ഒരു രീതിയിലുള്ള ഒരു UK വെയർബോട്ട്സും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഒരു മലയാളി ചെല്ലുകയാണ് UK അയാൾക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താ? സെറ്റ് യുവർ മൈൻഡ് ടു ടേക്ക് എ റിസ്ക്. There you can build your dreams. ആ ഒരു ഒറ്റ വേർഡ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ റിസ്കുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരം റിസ്കുകളാ വരിക? എല്ലാ റിസ്ക്കും വരും. ഹോസ്പിറ്റാലിറ്റി ഏത് ബിസിനസ് ആണെങ്കിലും നമ്പർ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആർ ദേർ. ഇപ്പം തുടങ്ങിയ day 1 തൊട്ട് ഇൻകം വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പം ഒരു ബിസിനസ് അതിന്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടി ടേക്ക് 3 months 6 months മേ ബി 1 year. ആ 1 year പിടിച്ചു നിൽക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി നമുക്കുണ്ടാവണം. എങ്കിലും നമുക്കൊരു ബിസിനസ്സിൽ സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ day 1 തൊട്ട് എനിക്ക് ഇൻകം കിട്ടണം എന്നുള്ള മെന്റാലിറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ യു ഫിനിഷ്ഡ്. യു ആർ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്. ഇൻ ദാറ്റ് മൈൻഡ് പീപ്പിൾ നോട്ട് സെറ്റ് ടു ഡു ദ ബിസിനസ്. ഒരു എംപ്ലോയി ആയിട്ട് നിന്നിട്ടേ പിന്നെ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ഇപ്പോൾ കാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഹിക്കിളിൽ ഈ വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ എന്താ ആ ഒരു ഫീലിംഗ്? ഞാൻ മുമ്പ് കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു എവറി 6 months എങ്കിലും ഞാൻ സ്വനാജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ UK ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. ഞാൻ റീസെന്റ് എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിൽ ഞങ്ങൾ പോയി. കെയർ ഹോമിന്റെ ഫ്രണ്ടിൽ പോയി ഞാൻ പഴയ സ്റ്റാഫിനെ കണ്ടു. ദേ ആർ സ്റ്റിൽ ഇൻ ദ സെയിം പൊസിഷൻ. അപ്പൊ ഞാൻ അവിടുന്ന് സ്കെയിലപ്പ് ആയത് വളരെ വലുത്. അപ്പം അത് കാണുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ അവിടെ വർക്ക് ചെയ്തത് 6 to 7 days മോർണിംഗ് 9 to 11 വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പം ആ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് വന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാ. അപ്പൊ അന്ന് എന്റെ ഹസ്ബൻഡ് കൂടി ഇരുന്ന ഷെഫൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ബട്ട് വി ഹാവ് സ്കെയിൽഡ് അപ്പ് ലോട്ട്സ്. ആ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ വളരെ ഞങ്ങളുടെ അപ്പിയറൻസിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്താൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ഫാക്ടർ തന്നെയാണ്. ഞങ്ങളുടെ സറൗണ്ടിലുള്ള ആൾക്കാർ സ്റ്റിൽ they are going the same 9 to 5 job പോകുന്നു, സെയിം കാർ, സെയിം സിറ്റുവേഷൻ. ബട്ട് വി ഹാവ് മെയ്ഡ് ലോട്ട്സ് ഓഫ് ചേഞ്ചസ്. ഞങ്ങളൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യാനും ഞങ്ങൾക്ക് അതിന് സെയിം ടൈം സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വി ഹാവ് ഡൺ. ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള ഒരു സിനിമയുണ്ട് ശ്രീനിവാസൻ. അതിൽ അദ്ദേഹത്തിനോട് ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഭാര്യ എന്താണ് ബിസിനസ് നടത്തി പഠിച്ചതെന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് മനുഷ്യരെ പഠിക്കാൻ പറ്റി എന്നാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും ബിസിനസ് നടത്തുന്ന വഴി ഇപ്പോൾ ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയുടെ ഒക്കെ അപ്പുറത്ത് ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റി, കുറെ ആളുകളെ പഠിക്കാൻ പറ്റി, മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ പറ്റി, അങ്ങനെ ഒരു പാഠം കൂടി ഉണ്ടോ? എന്തായാലും ഒരുപാട് ആൾക്കാരെയും പല രീതിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. നമ്മൾ വിചാരിക്കും ദേ ആർ വെരി ഗുഡ് പീപ്പിൾ, നമുക്ക് എന്തായാലും കറക്റ്റായി ചെയ്ത് കിട്ടും എന്നൊക്കെ. പക്ഷെ അതല്ല, പറയുന്നതല്ലായിരിക്കും അവരുടെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഞാൻ എന്തോ ഒരു പേപ്പർ വർക്ക്സ് ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്തായിരുന്നു. എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പക്ഷെ അതൊന്നും വർക്കിലില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം ഞങ്ങളുടെ ഇനീഷ്യൽ ടൈമിൽ കുറെ ഫണ്ട് ഞങ്ങൾക്ക് അവിടെയും ലോസ് ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആ നോളജ് ഞങ്ങൾ ഗെയിൻ ചെയ്തത്, ആ മിസ്റ്റേക്ക് പറ്റിപ്പോയതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇന്ന് ആ ഒരു പ്രശ്നത്തിൽ ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ആപ്ലിക്കേഷനിലാണെങ്കിൽ ഞങ്ങൾ പല സോളിസിറ്റേഴ്സിനെയും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ വിസ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കമ്പനിയിൽ സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തിട്ട് ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ ബ്രാഞ്ച് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത്. പല സോളിസിറ്റേഴ്സിനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പലതവണ റെഫ്യൂസൽസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോം ഓഫീസിൽ നിന്ന്. അവിടെ 1000, 2000 പൗണ്ട് 3000 പൗണ്ടൊക്കെ സോളിസിറ്റേഴ്സിന് കൊടുത്തു. അത് നാട്ടിൽ ഏകദേശം 2-3 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ദേ ആർ നോട്ട് ഡൂയിങ് ദർ 100%. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഇരുന്ന് പല കാര്യങ്ങളും പല വെബ്സൈറ്റുകളും ChatGPTയിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇവിടുന്ന് റെഫർ ചെയ്ത് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഇന്ന് തൊട്ട് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഫയൽ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ പോലും ഞങ്ങൾക്ക് ഫെയിൽ ആയിട്ടില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും ഞങ്ങൾ ഈ UK നിന്ന് ഞങ്ങൾ ഗെയിൻ ചെയ്ത നോളജുകളാണ്. പല ആൾക്കാരെ മീറ്റ് ചെയ്തു, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, പല നോളജസും ഞങ്ങൾ ഗെയിൻ ചെയ്തു. അപ്പം ഡെഫിനറ്റ്ലി ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ബിസിനസ്സിലൂടെ ഞാൻ പല മനുഷ്യന്മാരെ, പല വെറൈറ്റി ആൾക്കാരെ കണ്ടു. സിയയുടെ ഒരുപാട് ആർട്ടിക്കിൾസ് ന്യൂസ് പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നു. അലീന പേഴ്സണലി ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന അവിടുത്തെ ഉള്ള മലയാളികളായിട്ടുള്ള UK സ്റ്റുഡൻസ് ഉണ്ടാവും, UK മലയാളികളുണ്ടാവും. അവർ ജോലി ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് പിള്ളേർ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ഇമെയിലിൽ എനിക്ക് CV റിസീവ് ചെയ്യും. പക്ഷെ എനിക്ക് പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളാൽ പറ്റാവുന്ന മലയാളി സ്റ്റുഡൻസിനൊക്കെ ഞങ്ങൾ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാരും പറയും മലയാളികളെ അടുപ്പിക്കരുതെന്ന് പറയും. എങ്കിലും നമ്മുടെ ആൾക്കാരാണ്, വി നീഡ് ടു സപ്പോർട്ട് ദം.
ഓക്കെ. നമ്മളല്ലാണ്ട് ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുക? അപ്പം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഇപ്പം ഫ്രണ്ട് ഹൗസിൽ ഇല്ലെങ്കിലും, ബിക്കോസ് നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ലോക്കൽ പീപ്പിൾസിനെ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട് ഹൗസിൽ നിർത്താം. ഫ്രണ്ട് ഹൗസിൽ ഇല്ലെങ്കിലും ബാക്ക് ഹൗസ് KP സൈഡിലാണ്, കിച്ചൺ സൈഡിലാണ്, വി സ്റ്റിൽ ഗിവിംഗ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഞങ്ങൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ, അങ്ങനെ കൊടുക്കാൻ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിങ്ങൾ ഇപ്പൊ സ്വയമായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പിന് അപ്പുറത്തേക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ആള് ഒരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരികയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സാധ്യത തുടങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ വായിച്ചിരുന്നു. എന്താണ് അതിന്റെ സാധ്യത? ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു ബിസിനസ് ആയിട്ട് തന്നെ UK മൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ടും കെയർ വിസയൊക്കെയാണ് മുമ്പ് ഉണ്ടായിരുന്നത്, അതും ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, ഫാമിലി ആയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു നല്ല കാറ്റഗറി ആൾക്കാർ, പ്രീമിയം കാറ്റഗറി ആൾക്കാർക്ക് ബിസിനസ് ആയിട്ട് തന്നെ UK പോകാൻ സാധിക്കും. സിയയുടെ ഒരു ബ്രാഞ്ച്, നമ്മൾ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ബ്രാഞ്ച്, ഏകദേശം 400 to 600,000 പൗണ്ടിൻ്റെ അടുത്ത് ടേൺ ഓവർ ഉള്ള ബ്രാഞ്ചുകൾ നമ്മൾ അവർക്ക് ഇത്ര % ഷെയർ പർച്ചേസ് ചെയ്ത് അവർക്ക് ഫാമിലി ആയിട്ട് തന്നെ മൂവ് ചെയ്ത് വരാം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ സ്ക്രാച്ച് നല്ല തുടങ്ങുന്നത്. അപ്പം Day 1 തൊട്ട് അവരവിടെ ഫാമിലിയായി വന്നാലും അവരുടെ എല്ലാ സോഴ്സിലെയും ഇൻകം ഉപയോഗിച്ച് അവർ സിയുടെ ഒരു ബ്രാഞ്ച് പർച്ചേസ് ചെയ്ത് അവിടെ വന്നാൽ പോലും അവർ സ്ട്രഗിൾ ചെയ്യില്ല. Day 1 തൊട്ട് അവർക്കൊരു ഇൻകം, അവരുടെ ബിസിനസ് മൊത്തം റൺ ചെയ്ത് പോകാനുള്ള രീതിയിലും ടേൺ ഓവർ ചെയ്യിപ്പിച്ചിട്ടാണ്, അങ്ങനെ ഒരു ടേൺ ഓവർ മീറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഞങ്ങളൊരു 2-3 മാസം ഇവരുടെ കൂടെ നിന്ന്, ബിക്കോസ് ഇറ്റ്സ് ന്യൂ കൺട്രി ഫോർ ദം, 2-3 മാസം ഇവരുടെ കൂടെ നിന്ന് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ഞങ്ങൾ പ്രൊജക്റ്റ് അവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സർവീസും കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഓണ്ടർപ്രണേഴ്സ് ഈ ബിസിനസ്സിൽ അൺറിട്ടൺ റൂളൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത്. അലീന ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നുണ്ട്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുകയെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത്. സോ നെവർ ട്രസ്റ്റ് എനിവൺ. നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇവൻ എനിക്ക് നാളെ ചെയ്തു തരും, അല്ലെങ്കിൽ ഈവൻ ദോ ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ സ്റ്റാഫ്, ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ ടീം ഓൾസോ, ഇവർ നമുക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാത്തിലും കണ്ണ് ഓടിച്ചാലേ എല്ലാം നല്ല രീതിയിൽ പോവുള്ളൂ. സോ ഡെഫിനറ്റ്ലി നെവർ ട്രസ്റ്റ് എനിബഡി ബ്ലൈൻഡ്ലി. നമുക്ക് നമ്മൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ബിസിനസ് പിന്നെ ലോസിൽ പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ കൂടെയുള്ള ആരും ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയയിൽ അലീന വിശ്വസിക്കുന്ന ഒരു 2 റൂൾ എന്തായിരിക്കും? എനിക്കിപ്പം ആസ് ഓഫ് നൗ എനിക്കൊരു ടൈം മാനേജ്മെന്റ് ഇല്ല. എവിടെ എന്ത് പ്രശ്നം എവിടെ വരുമെന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ കുറച്ച് നാളുകളായിട്ട് യാതൊരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത ഒരാളാണ്. ഇന്നിപ്പം ഇവിടെയാണെങ്കിൽ പ്രശ്നം, അടുത്ത സ്ഥലത്ത് പോയി പ്രശ്നം തീർക്കേണ്ടി വരും. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല എനിക്കിപ്പം. ഇപ്പം എല്ലാവരും പറയും പഞ്ച്വാലിറ്റി ഉണ്ടാവണം, മീറ്റിങ്ങിന് പഞ്ച്വലിൽ പോകണം, ഇന്ന സ്ഥലത്ത് രാവിലെ 6 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ 5 മണിക്ക് എണീക്കണം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നെയും ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല. കാരണം ഞങ്ങൾക്കൊരു 7 months ഓൾഡ് ഒരു ബേബി ഉണ്ട്, ഞങ്ങളുടെ ബിസിനസ്സും ഉണ്ട്. രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല ഇപ്പം.